ഓൾറൈറ്റ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 8ാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. 12ാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. 8ാമത്തെ അധ്യായം. ഇന്ന് നമ്മൾ ഒരു ഭാഗം മാത്രം ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തെ തൊടുന്ന വിശ്വാസം, അതായിരിക്കും ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന ഭാഗം. ദ ഫെയ്ത്ത് ദാറ്റ് മൂവ്സ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹൃദയത്തെ തൊടുന്ന വിശ്വാസം. ദൈവത്തിൻ്റെ ഹൃദയത്തെ തൊടുന്ന വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ 3 ഭാഗങ്ങൾ ഒരുമിച്ച് നമ്മൾ നോക്കാൻ പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 8ാമത്തെ അധ്യായത്തിൻ്റെ 2ാമത്തെ ഭാഗം, അതായത് നമ്മുടെ ജീവിതത്തിൽ കാറ്റും കോളുകളൊക്കെ അടിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിതത്തെ നേരിടേണ്ടത് എന്നുള്ളത് അടുത്ത പ്രാവശ്യം നാം ഒരുമിച്ചിരിക്കുമ്പോൾ നാം പഠിക്കുന്നത് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയത് യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം, സെർമൺ ഓൺ ദ മൗണ്ട് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സെഷൻ കൊണ്ട് നമ്മൾ അവസാനിപ്പിച്ചത്. ഗിരിപ്രഭാഷണം കഴിഞ്ഞ് യേശു കർത്താവിൻ്റെ പഠിപ്പിക്കുകൾ എല്ലാം കഴിഞ്ഞ് യേശു മലയിൽ നിന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് കാണുന്നത് 3 കർത്താവ് സൗഖ്യമാക്കുന്ന 3 സംഭവങ്ങളാണ്. അതായിരിക്കും നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന. അതിനോട് ചേർന്ന് ഒരു ശിഷ്യനാകണമെങ്കിൽ, കർത്താവിൻ്റെ യഥാർത്ഥമായ ഒരു ശിഷ്യനാകണമെങ്കിൽ എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതും കൂടെ പറഞ്ഞ് ഇന്ന് നമ്മുടെ സ്റ്റഡി അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ നാളെ വെല്ലൂരിലേക്ക് പോവുകയാണ് എൻ്റെ ഹെൽത്തിൻ്റെ ചില ചെക്കപ്സിന്. അതുകൊണ്ട് അടുത്ത ആഴ്ചകളിൽ എങ്ങനെയാണ് ദൈവം നടത്തുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ സാധിക്കുമെങ്കിൽ എത്രയും പെട്ടെന്ന് മടങ്ങി വന്ന് നമ്മുടെ സ്റ്റഡി തുടരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതമായതുകൊണ്ട് കർത്താവ് ഓൾറെഡി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ഭയവും നമുക്ക് യാതൊരു ഭീതിയുമില്ല. അതുകൊണ്ട് പോയി വരുവാൻ കർത്താവ് സഹായിക്കണം എന്ന് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷം 8ാമത്തെ അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യം. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കുകളും യേശുക്രിസ്തുവിൻ്റെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷയും രണ്ടും അനേകം ആളുകളെ ആകർഷിച്ചു. ബോത്ത് ഹിസ് ടീച്ചിങ് ആൻഡ് ഹിസ് ഹീലിംഗ് മിനിസ്ട്രി. അപ്പോൾ മലയിൽ കർത്താവ് അവൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ വളരെ ഭംഗിയായി ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു കുഷ്ഠരോഗി ഓടി വന്ന് കർത്താവിൻ്റെ അടുക്കലേക്ക് വരികയാണ് സൗഖ്യത്തിന് വേണ്ടി. അപ്പോൾ അന്നത്തെ കാലത്തെ കുഷ്ഠരോഗികളുടെ പ്രത്യേകത, ഒരു കുഷ്ഠരോഗിയെ കണ്ടാൽ 6 അടി നീളം പാലിക്കണം. 6 അടി നമ്മൾ ഡിസ്റ്റൻസ് പാലിക്കണം. അത് പാലിച്ചാൽ മാത്രം പോരാ. ഒരുപക്ഷെങ്കിൽ കാറ്റ് ആ ഭാഗത്തിൽ നിന്ന് നമ്മുടെ അടുക്കിലേക്കാണ് അടിക്കുന്നതെങ്കിൽ 150 അടി ദൂരത്ത് മാത്രമേ നമുക്ക് നടക്കാൻ അനുവാദമുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഈ കുഷ്ഠരോഗികൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. അവരെ ആരും തൊടത്തില്ല, അവരെ ആരും നോക്കത്തില്ല. അവരെ കാണുമ്പോൾ ആളുകൾ മാറി നിൽക്കും. അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആരും പോകത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി പെട്ടെന്ന് വന്ന് യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. എന്നാൽ അന്നത്തെ കാലത്തെ റബ്ബായിമാർ പോലും, നമ്മൾ ഈ റബ്ബി എന്നൊക്കെ പറയുന്ന റബ്ബായിമാർ പോലും ഒരു കുഷ്ഠരോഗിയെ എങ്ങനെ നിന്ദിച്ചു എന്നുള്ളതിൽ അവർ ഒരുപാട് അഹങ്കരിച്ചവരാണ് അന്നത്തെ കാലത്തെ റബ്ബിമാർ. അതായത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാനൊരു കുഷ്ഠരോഗി കണ്ടപ്പോൾ ഞാൻ അവന് നേരെ കല്ലെറിഞ്ഞു എന്ന് ഒരു റബ്ബി പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം വിദ്വേഷം നിറഞ്ഞ അല്ലെങ്കിൽ വെറുക്കപ്പെട്ട ഒരു കൂട്ടരാണ് കുഷ്ഠരോഗികൾ. എന്നാൽ ഒരു കുഷ്ഠരോഗി ധൈര്യം പൂണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നു. ഇത് തന്നെ ഒരു വലിയ ഒരു എന്താ പറയണ്ടത്, ചിന്തിക്കാൻ പറ്റുന്നൊരു വിഷയമാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, കുഷ്ഠരോഗി അവൻ്റെ പ്രശ്നം എത്ര വലുതാണെന്ന് അവൻ അറിയാമായിരുന്നു. ഓക്കെ, ഹി ന്യൂ ഹൗ ടെറിബിൾ ഹിസ് സിറ്റുവേഷൻ വാസ്. ആ കുഷ്ഠരോഗി രണ്ടാമത് അറിയാവുന്ന ഒരു കാര്യമാണ്, തന്നെ എല്ലാവരും കൈവിടിഞ്ഞു എന്നുള്ള കാര്യം തനിക്കറിയാം. യേശുക്രിസ്തുവിന് അരികിലേക്ക് വേറെ ഒരുത്തനും ഇവനെ കൊണ്ടുപോകത്തില്ലെന്നും ഈ കുഷ്ഠരോഗിക്കറിയാം. മറ്റു ചില ആളുകളെ നമുക്കറിയാം. പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുക്കലേക്ക് തൻ്റെ സ്നേഹിതർ കൂട്ടിക്കൊണ്ടുവന്നു. അന്ത്രയോസ് പത്രോസിനെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ചെറിയ ബാലനെ അന്ത്രയോസ് കൂട്ടിക്കൊണ്ടു. ഇത് കൂട്ടിക്കൊണ്ടുവരാൻ ഒരു മനുഷ്യനില്ല, കാരണം അവൻ്റെ അടുക്കൽ ആരും പോകത്തില്ല. അതൊരു യാഥാർത്ഥ്യം.
ഇതിനു മുമ്പ് യേശുക്രിസ്തു ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ചരിത്രവും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പുള്ളിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. യേശുക്രിസ്തു തനിക്ക് സൗഖ്യം നൽകൂ എന്നുള്ള ഉറപ്പ് തനിക്ക് ആരും കൊടുത്തിട്ടില്ല. നീ അങ്ങോട്ട് പോരെ, നിനക്ക് സൗഖ്യം ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിന്റെ കയ്യിൽ നിന്നൊരു ഇൻവിറ്റേഷനോ ശിഷ്യന്മാരുടെ കയ്യിൽ നിന്നൊരു ഇൻവിറ്റേഷനോ ഒന്നും ഇല്ല. തനിയെ ഈ യേശുക്രിസ്തുവിന്റെ അടുക്കൽ പോകുന്ന പോട്ടെ, ഈ കൂട്ടരുടെ നടുവിലൂടെ നടന്നു വേണ്ട യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് പോകാൻ എന്തുമാത്രം നോട്ടങ്ങളും ഏതൊക്കെ വിധത്തിൽ അവന്റെ അടുക്കൽ ഒന്ന് നോക്കി, നിങ്ങളൊന്ന് എന്റെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ കുഷ്ഠരോഗി ചുറ്റും തലയെല്ലാം ചുറ്റി ദേഹമെല്ലാം വ്രണം പൂണ്ട് കിടക്കുമ്പോൾ ആ ക്രൗഡിന്റെ നടുക്കൂടെ പോകുന്നത് തന്നെ വലിയൊരു പ്രക്രിയ അല്ലേ? ആളുകൾ അവനെ കളിയാക്കുന്നു, അവനെ മാറ്റി നിർത്തുന്നു. യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നവരാണെങ്കിലും ഇവനെ കാണുമ്പോൾ ഇവർക്ക് പ്രയാസമാണ്. എന്നാൽ ഇതിലൊക്കെ എനിക്ക് ഇഷ്ടം തോന്നിയ കാര്യം അവൻ യേശുവിന്റെ അടുക്കിലേക്ക് വന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ പ്രിയമുള്ളവർ, ഒരു കാര്യം നമുക്ക് മനസ്സിലായി, നമ്മുടെ അവസ്ഥ ഏതാണെങ്കിലും ആളുകൾ നമ്മളെ എങ്ങനെയൊക്കെ പരിഗണിക്കുന്നു എന്നുള്ളത് വിഷയമല്ല. യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് നമുക്ക് വരുവാൻ നാം ധൈര്യം കാണിക്കണം. കാരണം അവിടാണ് അത്ഭുതം. The leper still came to Jesus. ഇത്രയും സിമ്പിൾ ഒരു കാര്യം. എന്നാൽ ഈ അത്ഭുതത്തിന്റെ തുടക്കം എവിടെയാണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് അവൻ വന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് അനേക ആയിരങ്ങൾ തിങ്ങിക്കൂടിക്കൊണ്ടിരിക്കുക. അവര് പോലും, അതായത് ഈ സോ കോൾഡ് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ പോലും കുഷ്ഠരോഗിയെ മാറ്റി നിർത്തും. ഇന്നും അതല്ലേ, ഇന്ന് രാവിലെ ഞാൻ ബൈബിൾ സ്റ്റഡിക്ക് അങ്ങോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ക്രിസ്തീയ വിഭാഗത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കൂട്ടര് അവര് എൻ്റെ അടുക്കിലേക്ക് വന്നു, ഒരാവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പൊ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ സങ്കടം എന്തുവാ? വിശ്വാസികൾ എന്ന് പറയുന്ന നമ്മൾ പോലും ചില കൂട്ടരെ നമ്മൾ മാറ്റി നിർത്തും. യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നമ്മൾ ഓടിപ്പോവാ, എല്ലാവരും ഓടിപ്പോവാ. പക്ഷെങ്കിൽ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുഷ്ഠരോഗിയെ നമ്മൾ മാറ്റി നിർത്തും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാര്യത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്, ഇതെല്ലാം ഉണ്ടായിട്ടും കുഷ്ഠരോഗി പറഞ്ഞു, എനിക്ക് യേശുവിന്റെ അടുക്കൽ ചെന്നേ തീരും. രണ്ടാമത് കാണുന്ന കാര്യം എന്നാണെന്നറിയോ? അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. രണ്ടാമത് കാണുന്നത് അവന്റെ ആരാധന യേശുക്രിസ്തു സൗഖ്യമാക്കിയതിന് ശേഷമല്ല, അവന്റെ ആരാധന യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ തന്നെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഇമ്പോർട്ടൻ്റ് വിഷയം എന്നാണെന്നറിയോ? എൻ്റെ ആരാധന, അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ക്രിസ്തു എന്നെ സൗഖ്യമാക്കിയെന്നോ, ക്രിസ്തു എന്നെ വിടുവിച്ചെന്നോ, ക്രിസ്തു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തോ എന്നുള്ളതിലല്ല എൻ്റെ ആരാധന. പിന്നെയോ യേശുക്രിസ്തു എത്ര വലിയവനാണെന്നുള്ളതിലാണ് ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യേണ്ടത്. ഈ കുഷ്ഠരോഗിക്ക് ഒരു കാര്യം മനസ്സിലായി, യേശുക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാന്നുള്ളത് ഈ കുഷ്ഠരോഗിക്ക് മനസ്സിലായി. പ്രിയമുള്ളവരെ, എനിക്ക് സൗഖ്യം ലഭിച്ചാലും സൗഖ്യം ലഭിച്ചില്ലെങ്കിലും എനിക്ക് സൗഖ്യം കർത്താവ് നൽകുന്നതിന് മുമ്പേ അവനെ ആരാധിക്കണം. അതിൻ്റെ കാരണം എന്നാ? അവനുള്ള ആരാധന, ക്രിസ്തുവിനുള്ള ആരാധന എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ മൈ സർക്കംസ്റ്റാൻസ്. യേശുക്രിസ്തുവിനുള്ള ആരാധന ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് എലിജിബിലിറ്റി, അല്ലേ? അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കും, അല്ലാതെ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചത് കൊണ്ടല്ല. ഈ കുഷ്ഠരോഗിക്ക് അത് വളരെ വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ കർത്താവിനെ കണ്ട ഉടനെ അവൻ കർത്താവിനെ നമസ്കരിച്ചു എന്ന് പറയപ്പെടുന്നു. എന്തൊരു നല്ല കാഴ്ചയാണ്! അവനെ വണങ്ങി നമസ്കരിച്ചു. പ്രോസ്യൂക്കെ എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വണങ്ങി കർത്താവിനെ നമസ്കരിച്ചു. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലവിധമായ ആവശ്യങ്ങൾ വരും. ആവശ്യങ്ങൾ നിവർത്തിച്ചിട്ടല്ല ക്രിസ്തുവിനെ നമ്മൾ ആരാധിക്കുന്നത്. പിന്നെയോ ആവശ്യങ്ങൾ നമ്മൾ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ തന്നെ അവനെ ആരാധിക്കണം. ഹി ബൗഡ് ഇൻ റെവറൻസ് ബിഫോർ ജീസസ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്തോ പറയുന്നതെന്ന്? കർത്താവേ, നിനക്ക് മനസ്സ് ഉണ്ടെങ്കിൽ. പിന്നെ ഈ കുഷ്ഠരോഗി നമ്മുടെ യേശുക്രിസ്തുവിനെ വിളിക്കുന്നത് കർത്താവേ, ലോർഡ് എന്നുള്ളതാണ്. ഒരു പക്ഷെങ്കിൽ ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവേ എന്ന് വിളിക്കുന്ന ഒരു ഭാഗം ഇവിടാണ്.
കർത്താവേ എന്ന് പറഞ്ഞാൽ എന്താണ് പറയാൻ ആഗ്രഹിച്ചത്? ഈ കുഷ്ഠരോഗി പറയാൻ ആഗ്രഹിച്ചത്, ദൈവമേ നീ എൻ്റെ കർത്താവ്, യു ആർ മൈ ലോർഡ്. എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐ ബിലീവ് ഇൻ യു, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നീ എൻ്റെ കർത്താവാണെന്ന് ആ കുഷ്ഠരോഗി പറയാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് കർത്താവാണോ? ഈസ് ഹി ദ ലോർഡ് ഓഫ് ആർ ലൈഫ്? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു ക്രിസ്തു ഒന്നെങ്കിൽ സകലത്തിനും കർത്താവ്, അല്ലെങ്കിൽ അവൻ കർത്താവേ അല്ല. either he is the Lord of all or he isn't Lord at all. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകൾക്കും കർത്താവായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ ആ പ്രാർത്ഥന തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. അവനെ നമസ്കരിച്ചു, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അവന്റെ താഴ്മ, കർത്താവിനോട് വന്ന് പറയുന്നത്, കർത്താവ് നീ എന്നെ സൗഖ്യമാക്കിയേ ഒക്കത്തുള്ളെന്നല്ല പറയുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, അതായത് കർത്താവെ നിന്നാൽ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അതാണ് നാം അവിടെ കാണുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അവനെ ശുദ്ധമാക്കുമ്പോൾ അവിടെ പറയുന്ന പദം കണ്ടോ, യു ക്യാൻ മേക്ക് മീ ഹോൾ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അതായത് എൻ്റെ കുഷ്ഠരോഗം മാറ്റാൻ സാധിക്കുമെന്ന് മാത്രമല്ല, പിന്നെയോ കർത്താവേ നിനക്ക് എന്നെ മുഴുവനായി ശുദ്ധീകരിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രഖ്യാപനം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ കുഷ്ഠരോഗിയുടെ ഒന്നാമത് കാണുന്നത് അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു എന്നുള്ളതാണ്. രണ്ടാമത് നാം കാണുന്നത് അവൻ്റെ സാഹചര്യങ്ങൾ മാറുന്നതിന് മുമ്പ് കർത്താവിനെ നമസ്കരിച്ചു എന്നുള്ളത് നമ്മൾ കാണുന്നു. മൂന്നാമത് നമ്മൾ എന്താ കാണുന്നത്? ഹി സറൻഡേർഡ് ഹിസ് വിൽ ടു ദ ലോർഡ്. അവൻ കർത്താവിൻ്റെ മുമ്പിൽ അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടം സമർപ്പിക്കുന്നു. കർത്താവേ നിനക്ക് ഹിതം എങ്കിൽ, ഇഫ് യു ആർ വില്ലിങ് യു ക്യാൻ മേക്ക് മീ ഹോൾ. എന്നാൽ ഇതിനോടുള്ള കർത്താവിൻ്റെ പ്രതികരണം എന്താ? ഇതാണ് കർത്താവിൻ്റെ പ്രതികരണം. ഒന്നാമത് അവിടെ 8-ാമത്തെ അധ്യായത്തിന്റെ 3-4 വാക്യം, അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയേ, ആരും തൊടാത്ത ഒരുത്തനെ ക്രിസ്തു കൈ നീട്ടി തൊട്ടു. നോ വൺ വുഡ് ടച്ച്, അവനെ ഒരു പക്ഷെങ്കിൽ എൻ്റെ ചിന്ത, അവൻ വർഷങ്ങൾക്ക് ശേഷം അവനെ ഒരുവൻ സ്പർശിച്ച ഒരു അനുഭവം അവനുണ്ടായി, അല്ലേ? ടച്ച്, വർഷങ്ങൾക്ക് ശേഷം അവനെ തൊടുവാൻ. ഇന്ന് പ്രിയമുള്ളവരെ, ഒരു പക്ഷെങ്കിൽ കൂട്ടത്തിൻ്റെ ഇടയിൽ ഏകരായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് പേരുണ്ട് ചുറ്റും. പക്ഷെങ്കിൽ ഏകാന്തത അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഞാനൊന്ന് പറയട്ടെ, യേശു ക്രിസ്തുവിന് മനസ്സുണ്ട് നിന്നെ തൊടുവാൻ, എന്നെ തൊടുവാൻ. ഏകാന്തതയാ എല്ലാവരും മാറ്റി നിർത്തുമ്പോൾ, ആരും നോക്കാതിരിക്കുമ്പോൾ അവനെ തൊട്ടു. പിന്നെ ഒരു ഗുണമുണ്ട്, ഞാൻ എപ്പോഴും ചിന്തിക്കും, യേശു കർത്താവേ സൗഖ്യമാക്കുവാൻ തീരുമാനിച്ചാൽ ഒരു ചിന്ത പോരായിരുന്നു, അല്ലെങ്കിൽ ഒരു വാക്ക് പോരായിരുന്നു. സൗഖ്യമാകുക, കഴിഞ്ഞു. എന്തുകൊണ്ടാണ് യേശു കർത്താവ് തൊട്ടത്? കാരണം യേശു കർത്താവ് സൗഖ്യമാക്കുന്നതിന് മുമ്പ് ലോകത്തോട് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. തൊടാൻ യോഗ്യതയില്ലാത്തവരെയും തൊടുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. പറഞ്ഞ മനസ്സിലായോ? ആരും തൊടത്തില്ല എന്ന് മുദ്ര കുത്തിയവരെ യേശു കർത്താവ് തൊടാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യർ മാറ്റി നിർത്തിയിരിക്കുന്നവരെ യേശു കർത്താവ് ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ടവരെ കർത്താവ് ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് തൊട്ടത്, ആരും തൊടാത്തവനെ തൊട്ടത്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയില്ലെന്ന് വിചാരിച്ചോ കേട്ടോ. ആ ഒരൊറ്റ തൊടല് മതിയായിരുന്നു ആ കുഷ്ഠരോഗിക്ക് ആയുസ് മുഴുവൻ ജീവിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത്രയും സ്നേഹമുള്ള കരങ്ങളൊന്ന് തൊട്ടാൽ അതിൻ്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ കരസ്പർശനം അനുഭവിച്ചവര് സൗഖ്യം ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ക്രിസ്തുവിനെ വിടാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അതുകൊണ്ടാണ്, അവൻ്റെ ആ കരത്തിൻ്റെ സ്നേഹമാണ്. ഞാൻ വെല്ലൂരിൽ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോഴേ അവിടുന്ന് UP എന്നാന്ന് തോന്നുന്നു ഒരു ഡോക്ടർ വന്നൊരു സാക്ഷ്യം പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, പാരാപ്ലജിക്കാണ്, പക്ഷെ വീൽ ചെയറിൽ അദ്ദേഹത്തിന് നീങ്ങാൻ പറ്റും. ഒരു ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് വന്ന ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, രാവിലെ ബസ് സ്റ്റേഷനിൽ ട്രാക്റ്റുമായിട്ട് ഇറങ്ങും, എന്നിട്ട് എല്ലാവർക്കും ട്രാക്റ്റ് കൊടുക്കും. വീൽ ചെയറിലാണ്, ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ അദ്ദേഹത്തിന് അധികം നീങ്ങാൻ സാധിക്കത്തില്ല.
ഈ ചെറുപ്പക്കാരന്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ എല്ലാവരും അവനെ നോക്കി കളിയാക്കും. ആദ്യം ചിലരൊക്കെ ഈ ട്രാക്ടർ നോക്കും, പിന്നെ കളിയാക്കും, പറയും, ഓഹോ, നിങ്ങൾ ഈ ആരാധിക്കുന്ന ദൈവത്തിന് നിങ്ങളെ വീൽ ചെയറിൽ നിന്ന് സൗഖ്യമാക്കാൻ ഒക്കുന്നില്ലയോ? കളിയാക്കുക. പുള്ളിയുടെ ഉത്തരം എന്താണെന്നറിയോ? എന്നെ ഈ വീൽ ചെയറിൽ നിന്ന് സൗഖ്യമാക്കാൻ ഈ ദൈവത്തിന് കഴിയും. എന്നാൽ അവൻ എന്നെ ഇവിടുന്ന് ഇറക്കിയിട്ടില്ലെങ്കിലും ഞാൻ അവനെ ആരാധിക്കണമെങ്കിൽ അവൻ എത്ര വലിയവനായിരിക്കണമെന്ന്. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അവൻ എന്നെ സൗഖ്യമാക്കാൻ കഴിയും, പക്ഷെ അവൻ എന്നെ സൗഖ്യമാക്കിയില്ലെങ്കിലും ഈ വീൽ ചെയറിൽ നിന്ന് അവനെ ഞാൻ ആരാധിക്കണമെങ്കിൽ അവൻ എത്ര വലിയവനാകണം. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ കർത്താവ്. അവൻ സൗഖ്യദാതാവാണോ? തീർച്ചയായിട്ടും സൗഖ്യദാതാവ്. അതിനകത്ത് യാതൊരു സംശയമില്ല. യഹോവ റാഫ, അവൻ സൗഖ്യമാക്കുന്ന കർത്താവ്. എന്നാൽ എൻ്റെ ആരാധന അവൻ സൗഖ്യമാക്കുമോ, ഉടനെ സൗഖ്യമാക്കുമോ ഇല്ലയോ എന്നുള്ളതിലല്ല. അവനെ ഞാൻ ആരാധിക്കും, കാരണം അവൻ ആരാധിക്കുന്നയ്ക്ക് യോഗ്യൻ. എന്നിട്ട് യേശു കർത്താവ് എന്താ പറയുന്നത്? അവനെ കൈ നീട്ടിയതുകൊണ്ട് എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവനെ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സുണ്ട്, സൗഖ്യമാകുക എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവിൻ്റെ സ്നേഹം, യേശു കർത്താവിൻ്റെ കരുണ, യേശു കർത്താവിൻ്റെ ശക്തി അവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ കുഷ്ഠരോഗി. പിന്നെ ഒരു കാര്യമുണ്ട്, യേശു കർത്താവ് തൊട്ട് കഴിയുമ്പോൾ പിന്നെ കുഷ്ഠരോഗി അല്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അവൻ മാറിക്കഴിഞ്ഞു, ആള് മാറിക്കഴിഞ്ഞു. യേശു കർത്താവ് ഒരു വ്യക്തിയെ തൊട്ടാൽ അവൻ്റെ ജീവിതം മാറും. യേശു കർത്താവ് ഒരു കുടുംബത്തെ തൊട്ടാൽ കുടുംബം മാറും. യേശു കർത്താവ് ഒരു സമൂഹത്തെ തൊട്ടാൽ സമൂഹം മാറും. യേശു കർത്താവ് ഒരു സഭയെ തൊട്ടാൽ സഭ മാറും. ഇനി എത്രയൊക്കെ പ്രയാസമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിൽ നടക്കുന്നില്ല, യേശു കർത്താവ് ഒന്ന് തൊട്ടാൽ അവൻ്റെ ജീവിതം എന്നേക്കുമായി മാറും. അതുകൊണ്ട് കർത്താവ് ഒന്ന് തൊടണം എന്ന് മാത്രം നാം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം. എന്നാൽ കർത്താവ് അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, ആരോടും പറയരുത്. അതെന്നെ ഈ ആരോടും പറയരുതെന്ന് പറഞ്ഞ്? എന്നാൽ പലരോടും പറഞ്ഞിട്ടുണ്ട്, കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തതൊക്കെ നീ ചെന്ന് പറയാൻ. പിന്നെ ഇവിടെ എന്താ പറയുന്നത്? ഈ കുഷ്ഠരോഗിയോട് നീ ആരോടും പറയരുത്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, കർത്താവ് പ്രവചനം നിവർത്തിക്കാൻ വന്നവനാണ്. അപ്പൊ യേശു കർത്താവിനെ കുറിച്ച് പ്രവചിച്ചത് ദാനിയേലിന്റെ പ്രവചനം 9-ാമത്തെ അധ്യായത്തിൽ 70 ആഴ്ചവട്ടക്കാലത്തിന്റെ കാര്യം. അതിപ്പോൾ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ്റെ ഈ ദാനിയേലിന്റെ പ്രവചനം ശരിക്കൊന്ന് പഠിച്ചാൽ, അതാ ഞാൻ പറഞ്ഞു, യഹൂദന്മാർ അവരുടെ കണ്ണിന്റെ മുമ്പിൽ മിസ്സായിപ്പോയൊരു കാര്യമുണ്ട്. ദാനിയേലിന്റെ പ്രവചനം നല്ലതുപോലെ അറിയാഞ്ഞിട്ടും അവരുടെ രാജാവ് കഴുതപ്പുറത്ത് വന്നപ്പോൾ മിസ്സായിപ്പോയി. അതിന്റെ കാരണം എന്നാ? അവര് പഠിപ്പിച്ചുകൊണ്ടിരുന്ന വചനം പോലും അവർ പഠിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. അതൊന്ന് പഠിച്ചിരുന്നെങ്കിൽ യേശു കർത്താവ് എന്ന് കയറി വരുമെന്നുള്ളത് വ്യക്തമായി എല്ലാവർക്കും മനസ്സിലാകുമായിരുന്നു. അപ്പോൾ ആ ഒരു ആരോഹണത്തിന് മുമ്പ് യേശു കർത്താവ് മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചു. അത് പ്രവചനം നിവർത്തിക്കുവാൻ വേണ്ടി അതുകൊണ്ട് പറഞ്ഞു, ആരോടും ചെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ പറഞ്ഞു, നീ ചെന്ന് പുരോഹിതനോട് നിന്നെ തന്നെ സമർപ്പിച്ചു കൊള്ളുവീ എന്ന് പറഞ്ഞു. അപ്പോൾ പുരോഹിതനോട് നിന്നെ തന്നെ സമർപ്പിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം എന്നാ? ഒറ്റ കാരണമേ ഉള്ളൂ, പുരോഹിതൻ ഓക്കെ എന്ന് പറഞ്ഞാലേ പിന്നെ അവന് സമൂഹത്തിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ടവരെ സമൂഹത്തിലേക്ക് ബാക്കിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു പക്ഷെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ടവരെ തിരിച്ചതേ സമൂഹത്തിലേക്ക് കർത്താവ് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് നാമും ആ പ്രക്രിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മുടെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരെ നമ്മുടെ കൂട്ടങ്ങളിലേക്ക് നമ്മൾ സ്നേഹത്തോടെ അവരെ അകത്തേക്ക് നാം സ്വാഗതം ചെയ്യണം, മാറ്റി നിർത്തരുത്. ദാറ്റ് ഈസ് ദ ജീസസ് മോഡൽ എന്നുള്ള കാര്യം മറക്കരുത്. ആട്ടെ, അപ്പോൾ കുഷ്ഠരോഗിയെ കർത്താവ് സൗഖ്യമാക്കി. അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത ആളുടെ ആവശ്യവുമായി വരുന്നു. അവൻ കഫർനഹൂമിൽ ചെന്നപ്പോൾ, 8-ാമത്തെ അധ്യായത്തിന്റെ 5 മുതൽ 10 വരെയുള്ള വാക്യം, 8:5-10. അവൻ കഫർനഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ടു വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്നു അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും.
ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ച് പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രയേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ അടുത്തത്, ആദ്യം കുഷ്ഠരോഗി, അതായത് സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ട വ്യക്തി. രണ്ടാമത് കയറി വരുന്നത് ശതാധിപൻ എന്ന് പറഞ്ഞാൽ വലിയ പുള്ളിയാണ്. പുള്ളി ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ആളും വലിയ ഓഫീസറാണ്. എന്നാൽ രണ്ടുപേരും വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? പൂർണ്ണ വിനയത്തോടെ ബ- വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, എൻ്റെ വീട്ടിനകത്ത് വരാൻ ഞാൻ യോഗ്യനല്ലെന്ന്. അപ്പോൾ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ആരാണെങ്കിലും, കുഷ്ഠരോഗി തള്ളപ്പെട്ടവനാണെങ്കിലും വലിയ ഓഫീസറാണെങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ ഒരേ അവസ്ഥയിൽ താഴ്മയോട് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ അധികാരമുള്ളവനാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാം. രണ്ട്, അവൻ്റെ വിശ്വാസം കണ്ടോ? കർത്താവെ, നീ എൻ്റെ പുരയ്ക്കകത്തൊന്നും വരണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ മതി. യേശുവിൻ്റെ വാക്കിലുള്ള ശക്തി. കർത്താവെ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാക്കും. ഈ യേശു കർത്താവിൻ്റെ വാക്കിൻ്റെ, അതുകൊണ്ടാണ് ഈ ദൈവവചനത്തിൻ്റെ പ്രസക്തി. യേശു കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ പേർ വിളിക്കുന്നവനാ അവൻ്റെ വചനം. അതായത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സകലം ഉണ്ടായത്, അല്ലേ? ഉണ്ടാകട്ടെ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. വാക്കിന്റെ ശക്തി നോക്കിയോ? ദ പവർ ഓഫ് ക്രിയേഷൻ ലൈസ് ഇൻ ഹിസ് വേർഡ്. അതുകൊണ്ട് ദൈവവചനം നമ്മൾ വായിക്കണം, കാരണം ആ വചനത്തിനകത്താണ് ശക്തി. ഇപ്പോൾ പറഞ്ഞു, കർത്താവേ, നീ ഒരു വാക്ക് പറഞ്ഞു. ഈ വാക്കിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ലാസറേ, ഇറങ്ങി വാ. മരിച്ചവൻ പുറത്തു വന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എടാ, പറഞ്ഞാൽ അനുസരിക്കാൻ ശക്തിയില്ലാത്ത, കേൾക്കാൻ ഒക്കാത്ത ഒരു കോപ്സ്, ഒരു മൃതദേഹം യേശുവിൻ്റെ വാക്കിന് കല്ലറയുടെ പുറത്തിറങ്ങി വന്നു. ഇതാണ് യേശു കർത്താവിൻ്റെ വാക്കിൻ്റെ ശക്തി. ഇന്ന് എൻ്റെ അവസ്ഥ എന്താണെങ്കിലും, എന്തും ആയിക്കൊള്ളട്ടെ, കുടുംബത്തിൽ പ്രശ്നമുണ്ട്, ആരോഗ്യത്തിന് പ്രശ്നമുണ്ട്, ഫിനാൻസ് പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം ഉണ്ട്, ഈ പ്രോബ്ലം ഉണ്ട്, എൻ്റെ ദൈവമേ, പാപത്തിൻ്റെ ചങ്ങലയിൽ ഞാൻ ബന്ധിക്കപ്പെട്ടു. ആകെ അതിൻ്റെ സൊല്യൂഷൻ ദൈവവചനം, യേശുവിൻ്റെ ഒരു വാക്ക്. ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഈ ഡിറക്ഷനെ മാറ്റുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദ പവർ ഓഫ് ഗോഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ കരുണയാൽ 66 പുസ്തകത്തിൽ നമുക്കത് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് അത് വായിക്കുക, അതിൽ ബലപ്പെടുക, ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കുക. പിന്നെ മനസ്സിലാകുന്ന കർത്താവിൻ്റെ ആത്മീകമായ ശക്തി. എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നി എന്താണെന്നറിയോ? ഇത്രയും വലിയ മനുഷ്യൻ യേശു കർത്താവിൻ്റെ മുമ്പിൽ താഴ്മയോട് വന്നതിൻ്റെ കാരണം ആർക്ക് വേണ്ടിയാ? തൻ്റെ ബാല്യക്കാരന് വേണ്ടി. തൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, തൻ്റെ മകൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, തൻ്റെ ഭാര്യയുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, തൻ്റെ അന്നത്തെ കാലത്ത് ഒരു റോമൻ പടയാളിക്ക് ഒരു ബാല്യക്കാരൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ മരിച്ചാലും പോയാലും ഒന്നും അവിടുത്തെ ആളുകൾക്കൊന്നും വിഷയമുള്ള കാര്യമല്ല. പക്ഷേ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന്, കർത്താവ്, എൻ്റെ ബാല്യക്കാരൻ ദീനമായി കിടക്കുന്നു എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് തൻ്റെ ബാല്യക്കാരോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? കർത്താവിൻ്റെ മുമ്പിൽ എല്ലാ ആത്മാവിനും ഒരേ വിലയാണ്. ബാല്യക്കാരനാണെങ്കിലും കുഷ്ഠരോഗിയാണെങ്കിലും ശതാധിപനാണെങ്കിലും ദൈവത്തിൻ്റെ കണ്ണിൽ ഹൗ ഹി വാല്യൂസ് യു ആൻഡ് മീ, അത് നമ്മൾ മനസ്സിലാക്കണം. അത് കണ്ടാൽ നാം ചുറ്റുമുള്ള ബലഹീനരെയും അതുപോലെ തന്നെ ബലവാന്മാരെയും, ശക്തരെയും അശക്തരെയും, അങ്ങനെയുള്ളവരെ ഒരുപോലെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയും എന്ന് നാം മറക്കരുത്. ഞാൻ അപ്പോൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിലെ, നമ്മളെ സഹായിക്കുന്നവരെ, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ അത്രയും നാം കരുതുമോ? നാം കരുതണം എന്നുള്ളത് ഇതിനകത്തുനിന്ന് ഒരു നല്ല ലെസൺ നമുക്ക് കിട്ടി. എന്നാൽ ഈ വിശ്വാസം കണ്ടിട്ട് യേശു കർത്താവ് പോലും, ഞാൻ എപ്പോഴും ചിന്തിക്കും, കർത്താവിനെ നമുക്ക് ആശ്ചര്യപ്പെടുത്താൻ പറ്റുമോ? കർത്താവിന് സകലവും അറിയത്തില്ലേ? സകലവും അറിയാവുന്ന ഈ കർത്താവിനെ അതിശയപ്പെടുത്തുവാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, ഇങ്ങനത്തെ വിശ്വാസത്തിന് ദൈവത്തെ അതിശയപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളതാണ്. കർത്താവേ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. കർത്താവ് പറഞ്ഞാൽ വേണ്ട, എൻ്റെ വീട്ടിലേക്കൊന്നും വരണ്ട, ഒരു വാക്ക്, ഒറ്റ വാക്ക് പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യമാകും.
ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ്. കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ മക്കളാണ് നാം. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിരിക്കും. രാജ്യത്തിന്റെ പുത്രന്മാരോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. അപ്പൊ യേശു കർത്താവ് പറയും, ഞാൻ ഇങ്ങനത്തെ വിശ്വാസമൊന്നും എങ്ങും ഇസ്രായേലിൽ എന്തായാലും കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ സോ കോൾഡ് ദൈവക്കൂട്ടരുണ്ടല്ലോ, ഈ കൂട്ടറിന്റെ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ വിജാതീയനായ ഈ മനുഷ്യനാണ് ഇത്രയും വിശ്വാസം. എന്നിട്ട് പറയാണ്, there is an open invitation in the kingdom. എല്ലാ ദേശത്തു നിന്നും, എല്ലാ ഭാഷയിൽ നിന്നും, എല്ലാ സംസ്കാരത്തിൽ നിന്നും, എല്ലാ വംശത്തിൽ നിന്നും ഈ അബ്രഹാമിന്റെ കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിരിക്കും. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങൾ നമ്മുടെ കോൺഫറൻസിന് വന്നാൽ, അതായത് 24 മുതൽ നടക്കുന്ന കോൺഫറൻസിന് വന്നാൽ, എല്ലാ വെറൈറ്റിയിൽ നടന്ന ആളുകളും, അത് ബ്രാഹ്മണന്മാര്, രാജ്പുത്തന്മാര്, മറ്റ് താണജാതി എന്ന് ഈ വിശേഷിക്കപ്പെട്ട ആളുകള്, രോഗത്തിൽ നിന്ന് കർത്താവ് സൗഖ്യമാക്കിയത്, വലിയ പൊസിഷനിൽ നിന്ന് ജോലി രാജിവെച്ചവര്, ഇങ്ങനൊരു 360 പേര് വരുന്നുണ്ട്. ഇവരെല്ലാം കർത്താവ് പറയുന്നുണ്ട്, ഈ കൂട്ടരെല്ലാം ഒരിക്കലും ഇവർ ഈ ഭാഗത്ത് വരത്തില്ല എന്ന് പറഞ്ഞ ഈ കൂട്ടരെല്ലാം ഒരു ദിവസം അബ്രഹാമിനോട് ചേർന്ന് പന്തിയിരിക്കും. നല്ല കാര്യം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാൽ എന്തോ പറയുന്നേ, രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. അന്നത്തെ യഹൂദനെ കുറിച്ച് പറയുക. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ദൈവഭക്തി മാർഗം തിരഞ്ഞെടുത്ത് ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, പള്ളിയിലും കമ്മിറ്റിയും കൂടിയും ഒക്കെ നിൽക്കുന്ന അനേക ആളുകൾ ഒരു ദിവസം ആ പന്തിയിൽ കാണത്തില്ല എന്നുള്ളതാണ് യേശു കർത്താവ് പറയുന്നത്. യേശു പറയാ, അവിടുന്ന് ഇവിടുന്ന് ഇൻവിറ്റേഷൻ ഇസ് ഓപ്പൺ. അകത്തുള്ളവനും പുറത്തുള്ളവനും ഒക്കെ ഇൻവിറ്റേഷൻ ഓപ്പൺ ആണ്. ഒരു ദിവസം അവിടുന്ന് ഇവിടുന്ന് എല്ലാ ആളുകളും വന്ന് പന്തിയിൽ ഇരിക്കും. എന്നിട്ട് യേശു കർത്താവ് പറയാ, എന്നാൽ ഇവിടെ ഇരിക്കേണ്ടിവരോ അവര് പുറത്ത് തള്ളും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് വാർണിംഗ് ആണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം പുറത്ത് തള്ളപ്പെട്ടവരാകരുത്. നമ്മളെല്ലാ പരിപാടിക്കും ഉണ്ട്, എല്ലാ ഇവൻസിനും ഉണ്ട്, എല്ലാ പ്രോഗ്രാമിനും ഉണ്ട്. പക്ഷെങ്കിൽ ഈ ഓപ്പൺ ഇൻവിറ്റേഷനിൽ കർത്താവിൻ്റെ അരികിലേക്ക്, ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ, ക്രൂശിൻ്റെ മാർഗത്തിലൂടെ അവൻ്റെ അരികിലേക്ക് വരാത്ത കാലത്തോളം നാം പുത്രന്മാരാന്ന് നമുക്ക് അവകാശപ്പെടാൻ ഒക്കത്തില്ല. നാം പുറത്ത് തള്ളപ്പെടും എന്നുള്ള കാര്യം മറക്കരുത്. എന്നിട്ട് അവസാനം ഈ ശതാധിപൻ എങ്ങനെയാ പോകുന്നത്? നീ വിശ്വസിച്ച പോലെ നിനക്ക് ഭവിക്കട്ടെ. കർത്താവ് അവനെ അനുഗ്രഹിച്ചു വിടുക. അവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഒരു വാക്കിനാൽ അവൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകുന്നു. അവൻ സന്തോഷത്തോടെ മടങ്ങുന്നു. അതിനകത്ത് പോയിന്റ് എന്താ? ദൈവത്തിൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്നതാണ് വിശ്വാസം. ഫെയ്ത്ത് ഓണേഴ്സ് ഗോഡ് ആൻഡ് ഗോഡ് ഓണേഴ്സ് ഫെയ്ത്ത്. വിശ്വാസം ദൈവത്തെ മാനിക്കുന്നു, ദൈവം വിശ്വാസത്തെ മാനിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും, കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം ശരിയായ വിശ്വാസം വേണം, അല്ലാതെ പ്രിസംഷനും അസംഷനും ഒന്നും നോക്കത്തില്ല. ശരിയായ വിശ്വാസം കർത്താവെ നീ ഞങ്ങളിൽ തരണമേ. അത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണല്ലോ ഉണ്ടാകുന്നത്. അത് നമുക്ക് ദൈവം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആട്ടെ, ഇനി മൂന്നാമത്തെ സംഭവം, സൗഖ്യത്തിൻ്റെ ഒരു പരമ്പരയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മൂന്നാമത് മത്തായി 8:14 മുതൽ 17 വരെ, മാത്യു 8:14-17. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറെ അവന്റെ അമ്മാവിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ തൊട്ട് പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. വൈകുന്നേരം ആയപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മളുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്ന് എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, എനിക്ക് ഏറ്റവും സന്തോഷം എന്നാണെന്നറിയാം, പത്രോസ് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവ്. അതായത് ആദ്യത്തെ
പോപ്പ് എന്ന് വിശേഷിക്കപ്പെടുന്ന മനുഷ്യൻ കല്യാണം കഴിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് എനിക്ക് സന്തോഷം വന്ന കാര്യം, കുഷ്ഠരോഗിയോ മരിക്കാൻ കിടക്കുന്നവനെ കുറിച്ച് മാത്രമല്ല യേശു ക്രിസ്തുവിന്റെ കൺസേൺ, പനി പിടിച്ച് കിടക്കുന്നവനെ കുറിച്ചും കർത്താവിന് കൺസേൺ ഉണ്ട്. അപ്പോ എൻ്റെ രോഗം പ്രാർത്ഥനാ വിഷയമാകണമെങ്കിൽ അങ്ങേ അറ്റത്തെ രോഗമാ, അതൊന്നും വേണ്ട. തലവേദനയുണ്ടോ? പ്രാർത്ഥിച്ചു. ചെറിയ പ്രയാസം വീട്ടിൽ, എനിക്ക് ചിലർ പറയും, എൻ്റെ പ്രശ്നം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട്, അവരുടെ പ്രശ്നം വലിയ പ്രശ്നം. പ്രിയമുള്ളവരെ, ചെറുതും വലുതും കർത്താവിന് ഒരുപോലെയാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ, എത്ര നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമല്ല. എൻ്റെ ഏറ്റവും ചെറിയ വിഷയം പോലും കർത്താവിനെ സംബന്ധിച്ചോളം കർത്താവിന് അത് വിഷയമാണെന്നുള്ളത് എനിക്ക് വലിയ ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്, അല്ലേ? എൻ്റെ പനി, എൻ്റെ തലവേദന, എൻ്റെ വലിയ വിഷയങ്ങൾ, എൻ്റെ ക്യാൻസർ, എൻ്റെ സകല വിഷയങ്ങളും എനിക്ക് കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരാം. കാരണം പനി തൊട്ട് മരിച്ചവനെ വരെ ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്ന കർത്താവ്, അല്ലേ? അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് എൻ്റെ ചെറിയ ആവശ്യങ്ങളും വലിയ വൻ വിഷയങ്ങളും കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. വീണ്ടും കർത്താവ് തൊടുന്നു, സൗഖ്യമാക്കുന്നു. എന്നാൽ ഇവിടെ എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം, സൗഖ്യം ലഭിച്ച ആളുടെ പ്രതികരണം എന്താണ്? അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. പ്രിയമുള്ളവരെ, കർത്താവ് സൗഖ്യം നൽകുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല പ്രതികരണം, 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയപ്പോൾ അവർ തിരിച്ചു വന്ന് നന്ദി പറഞ്ഞു. അതൊരു കാര്യം. 2, കർത്താവിനെയും കർത്താവിൻ്റെ മക്കളെയും സേവിക്കുക, ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. സെർവിങ് ഈസ് ദ ബെസ്റ്റ് റെസ്പോൺസ് ഫോർ ഡിവൈൻ ഹീലിംഗ്. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതികരണം താങ്ക് യു പറയണം, യെസ്. എന്നാൽ ഏറ്റവും നല്ല പ്രതികരണം, ഞാനും നിങ്ങളും കർത്താവിനെ ശുശ്രൂഷിക്കണം. വി ഹാവ് ടു സെർവ് ദ ലോർഡ് ആൻഡ് ഹിസ് പീപ്പിൾ. അനേകര് കർത്താവിൻ്റെ കയ്യിൽ നിന്നുള്ള നല്ല ദാനങ്ങളൊക്കെ ഏറ്റുവാങ്ങി വെച്ച് സ്തോത്രം പറഞ്ഞ് സ്ഥലം വിടും, ഇല്ലേ? അമ്മാവിയമ്മ ചെയ്ത് കണ്ടോ? സൗഖ്യം ലഭിച്ച അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഉടനെന്നാണ് എഴുതിയിരിക്കുന്നത്. അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. ഉടനെ എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്തു. അപ്പോൾ ദൈവം നമുക്ക് അത്ഭുതങ്ങളും ദൈവം നമുക്ക് വലിയ അനുഗ്രഹങ്ങളും ഒക്കെ നൽകുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും അതിനുള്ള പ്രതികരണം എന്തായിരിക്കണം? നാം കർത്താവിനെ ശുശ്രൂഷിക്കണം, കർത്താവിൻ്റെ മക്കളെ നാം ശുശ്രൂഷിക്കണം. ആട്ടെ, ഇനിയും കാണുന്നൊരു ഭാഗം, യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറേ. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവസാനം എഴുതുന്ന ഒരു കാര്യം, 17-ാമത്തെ വാക്യം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം, അവൻ നമ്മുടെ ബലഹീനതകൾ എടുത്ത് വ്യാധികളെ ചുമന്നു. ഓക്കെ, ഹി വാസ് പിയേഴ്സ്ഡ് ഫോർ our transgressions and crushed for our iniquities. ഇവിടെ നമ്മൾ കാണുന്ന 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു പല വെറൈറ്റിയിലുള്ള ആളുകളെ സൗഖ്യമാക്കി, ഇല്ലേ? യാതൊരു പദവിയുമില്ലാത്ത കുഷ്ഠരോഗി എന്ന യഹൂദനെ സൗഖ്യമാക്കി. യമനൻ അല്ലെങ്കിൽ ഒരു അന്യജാതിക്കാരനായ ഒരു റോമൻ ഓഫീസറിനെ സൗഖ്യമാക്കി. ശിഷ്യനുമായി ബന്ധപ്പെട്ട് നിന്ന ഇന്നർ സർക്കിളിൽ ഒരു പക്ഷെങ്കിൽ നല്ല പിടിപാടുള്ള ശിഷ്യന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കി. കൂടി വന്ന ജനത്തിലുള്ളവരെ സൗഖ്യമാക്കി. എന്ന് പറഞ്ഞാൽ ഗോഡ് ഡസ് നോട്ട് ഷോ പാർഷ്യാലിറ്റി. പക്ഷാഭേദം അവൻ കാണിക്കത്തില്ല. അവൻ്റെ അടുക്ക വരുന്ന ഏവനെയും അവൻ തൊടും. ഏതവനും, അടുത്ത ഇന്നർ സർക്കിളിലുള്ളവനാണോ, ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ളവനാണോ, സ്ത്രീയാണോ, പുരുഷനാണോ, അന്യജാതിയാണോ, യഹൂദനോ, ഒന്നും വിഷയമല്ല. യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നവൻ എല്ലാവരെയും തൊടും. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട വിഷയം, യേശു തൊടുന്നത് പല വിധത്തിലാണ്. എനിക്ക് നിങ്ങൾക്കും ഒരിക്കലും അതിനെ നമുക്ക് ഫോർമുല ആക്കാനൊക്കത്തില്ല. മനസ്സിലായോ? ഒരുത്തിന് അവനവന് തന്നെ ചോദിച്ചു, അല്ലേ, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ സൗഖ്യം. അവനെ കൊണ്ടുവരാൻ ആരുമില്ലായിരുന്നു, അവൻ തന്നെ വന്ന് ചോദിച്ചു, കർത്താവേ നിനക്ക്. രണ്ടാമത് ശതാധിപന്റെ സൗഖ്യം കൊടുത്ത ആരാ? ബാല്യക്കാരന് വേണ്ടി, മറ്റൊരുവന് വേണ്ടി ചോദിച്ചു, ദൈവം അവന് സൗഖ്യം. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ ആളെ ആയപ്പോഴത്തേക്ക് ആരും ചോദിച്ചില്ല. പനി പിടിക്കുന്നതിനെ കണ്ടപ്പോൾ യേശു തന്നെ വന്നങ്ങ് സൗഖ്യമാക്കി. മനസ്സിലായോ? ചോദിച്ചില്ല, ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് വന്നങ്ങ് തൊട്ടു. പ്രിയമുള്ളവരെ, ഗോഡ് ക്യാൻ വർക്ക് ഇൻ മിസ്റ്റീരിയസ് വേസ്. പറഞ്ഞ മനസ്സിലായോ? ഹി വർക്ക്സ് ഇൻ മിസ്റ്റീരിയസ് വേസ്. സ്നേഹിതൻ പ്രാർത്ഥിച്ചതുകൊണ്ട് സൗഖ്യം വരാം, നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് സൗഖ്യം വരാം.
നമ്മൾ ആരും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് സൗഖ്യം നൽകി. വിശ്വാസം കൂടെ ഉള്ളവനെ സൗഖ്യമാക്കും. വിശ്വാസം കുറവുള്ളവനോട് കർത്താവ് വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവനെയും സൗഖ്യം. എല്ലാ വിധത്തിലും കർത്താവ് സൗഖ്യമാക്കും. അതുകൊണ്ട് ഇന്ന് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിനരികിലേക്ക് നമുക്ക് വരാം. 3, പല വിധത്തിൽ വന്ന റിക്വസ്റ്റ് കർത്താവ്. 3, പല മെത്തേഡ്സ് ഉപയോഗിച്ച് കർത്താവ് സൗഖ്യമാക്കി. 1, തൊടാൻ പാടില്ലാത്തവനെ തൊട്ട് സൗഖ്യമാക്കി, അല്ലേ? 2, ദൂരത്ത് നിന്നൊരു വചനം പറഞ്ഞ് സൗഖ്യം ആക്കി. 3, തൊടാൻ വളരെ നമുക്ക് ആക്സസ് ഉള്ള ഒരാളുടെ സ്നേഹത്തോടെ തൊട്ട് സൗഖ്യം ആക്കി. മറ്റു പലതും പല വിധത്തിലാണ്. ചിലര് തൊങ്ങലെ തൊട്ടു സൗഖ്യമായി. കർത്താവ് ചിലതിനെ തൊട്ടു, ചിലത് മണ്ണ് കുഴച്ച് കണ്ണിന്മേ പുരട്ടി, ചിലത് ഏതൊക്കെ വിധത്തിലാണ് കർത്താവ് സൗഖ്യമാക്കുന്നത്. കർത്താവ് മരുന്നോട് കൂടെ സൗഖ്യമാക്കും, മരുന്നില്ലാതെ സൗഖ്യമാക്കും, വചനമയച്ച് സൗഖ്യമാക്കും, പ്രാർത്ഥനയോട് സൗഖ്യമാക്കും, മറ്റുള്ളവർ ഉപവസിക്കുമ്പോൾ സൗഖ്യമാക്കും. ദൈവം എല്ലാ വിധത്തിലും സൗഖ്യമാക്കും. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്തോ ലെസൺ? അവനാണ് അധികാരമുള്ളവൻ. ഹീ ഈസ് ദ വൺ വിത്ത് അതോറിറ്റി. അല്ലാതെ എൻ്റെ ശക്തി, എൻ്റെ ബലവും, എൻ്റെ ഇതൊന്നും അല്ല. കർത്താവാണ് സകലത്തിനും അധികാരമുള്ളവൻ. രോഗത്തിൻ്റെ മേലും പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും സകല വ്യാധിയുടെ മേലും ഭൂതങ്ങളുടെ മേലും അധികാരമുള്ളത് ക്രിസ്തു. അതുകൊണ്ട് എനിക്ക് ഏത് വിധത്തിലും അവൻ്റെ അടുക്കിലേക്ക് വരാം. അവൻ സൗഖ്യമാക്കുന്നത് അവനിഷ്ടമുള്ള വിധത്തിൽ അവൻ സൗഖ്യമാക്കും. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം, നമുക്ക് ആ ബലത്തോടെ പോകാം. അതുകൊണ്ട് രോഗത്താൽ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെ ഒരു കാര്യം നമുക്കറിയാം, നമ്മുടെ ദൈവം സൗഖ്യദാതാവ്. അവൻ ഇഷ്ടമുള്ളതുപോലെ അവൻ സൗഖ്യമാക്കുന്നു. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ വളരെ ധൈര്യത്തോടെ അവൻ്റെ അടുക്കിലേക്ക് വരാം, ആവശ്യങ്ങളെ അവൻ്റെ മുമ്പിൽ അർപ്പിക്കാം. ഓക്കെ, അവസാന ഭാഗം ഇതും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ശരി, കർത്താവ് 3 വിധത്തിൽ സൗഖ്യമാക്കി. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ്. കർത്താവെ, നിന്റെ പുറകെ ഞാൻ വരാൻ ഇപ്പം റെഡിയാന്ന് പറഞ്ഞു. കാരണം എന്നാ? രോഗശാന്തിയുടെ ബഹളമാണ്. അപ്പോൾ ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ചാടി. ഒരുത്തൻ ചാടി ഒന്ന് പറഞ്ഞു, കർത്താവെ, ഞാൻ ഇനി എവിടെ പോയാലും നിന്നെ വിട്ടുള്ള പരിപാടി ഇല്ല. ഞാനോ നിങ്ങളോ വല്ല, ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് വെൽക്കം എന്ന് ഞാൻ പറഞ്ഞാൽ. കാരണം എന്നാ? നമുക്ക് ആളില്ല, കൂടെ കൂടാനേ ശുശ്രൂഷയിൽ ആൾ വേണമല്ലോ. കർത്താവ് പറയാ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എന്നിട്ട് നീ ചിന്തിച്ചോ, വരണോ വേണ്ടായോ. 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ യേശു തന്റെ ചുറ്റും വളരെ പുരുഷാരത്തെ കണ്ടാരെ അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു. അന്ന് ഒരു ശാസ്ത്രി അവന്റെ അടുക്കൽ വന്നു, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളും ഉണ്ട്, മനുഷ്യപുത്രന് തല ചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. ശിഷ്യന്മാരിൽ വേറൊരുത്തൻ അവനോട്, കർത്താവെ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എൻ്റെ പിന്നാലെ വരിക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3-4 കാര്യങ്ങൾ. ഹൗ ഡു ഐ ബിക്കം എ ഡിസൈപ്പിൾ ഓഫ് ദ ലോർഡ്? യേശു കർത്താവിൻ്റെ ഒരു ശിഷ്യൻ ഞാൻ എങ്ങനെയാകും? യേശു കർത്താവിനെ സംബന്ധിച്ചോളം കർത്താവ് നമുക്ക് ഒരു മാൻഡേറ്റ് തന്നു. എന്തോ മാൻഡേറ്റ്? നിങ്ങൾ ഭൂമിയുടെ സകല സ്ഥലങ്ങളിലും പോയി ശിഷ്യന്മാര്, ഭൂമിയുടെ അറ്റത്തോളം പോയി ശിഷ്യന്മാരെ ആക്കിക്കൊള്ളു. അപ്പോൾ ഗോഡ് ഇസ് നോട്ട് അബൌട്ട് ക്രൗഡ്സ്, ഹീ ഈസ് അബൌട്ട് ഡിസൈപ്പിൾസ്, അല്ലേ? ജനക്കൂട്ടങ്ങളെ കുറിച്ചല്ല, പക്ഷെങ്കിൽ ശിഷ്യന്മാരെ കുറിച്ചാണ് ദൈവത്തിന്റെ ഹിതം. അപ്പോൾ ബീയിങ് എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്, ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, യേശു കർത്താവിനെ നമ്മൾ അനുഗമിക്കാൻ തീരുമാനിക്കുമ്പോൾ പലപ്പോഴും ഈ ലോകത്തിന്റെ മുമ്പിൽ അത് ഭോഷത്വമാകും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിന്റെ ഉദാഹരണം, ഇങ്ങനെ ആളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയാം, നമുക്ക് അക്കരയ്ക്ക് പോയേക്കാവുന്നു. മനസ്സിലായോ? ഞാൻ പറയട്ടെ, എനിക്കിങ്ങനെ ആള് കൂടിയാൽ ഞാൻ അവിടെ ഒരു ന്യൂ മിനിസ്ട്രി തുടങ്ങും. ഞാൻ ഇപ്പൊ തന്നെ പറയാം, അങ്ങനെയാണ്. കാരണം എന്നാ? ആള് കൂടുന്നു, ആള് വരുന്നു, നമുക്ക് അവരെ മിനിസ്റ്റർ ചെയ്യണം. അവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു വലിയ കെട്ടിടം കൂടെ പണിയണമെങ്കിൽ പണിയണം. യേശു കർത്താവിനെ കണ്ടോ? ഉടനെ അപ്പുറത്തേക്ക് പോയി. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞ്, എൻ്റെ പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ലാതെ ഞാൻ വേറൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാം പിതാവിൻ്റെ ഹിതം പോലെ. അതുകൊണ്ടൊരു ശിഷ്യനാകാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരും ഈ ജനക്കൂട്ടവും ആൾക്കൂട്ടവും, ഈ ആൾക്കൂട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നാളെ നമ്മൾ ഈ കൊച്ചു ബൈബിൾ സ്റ്റഡിയുടെ പകരം നമ്മൾ വലിയ ഒരു ക്രൂസൈഡ് നടത്തും. ക്രൂസൈഡ് നടത്തി തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഈ കോൺസേർട്ടും പരിപാടിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയാം, ആളുകൾക്കൊരു ക്രൗഡ് മെൻറ്റാലിറ്റി ഉണ്ട്.
നമ്മളിതങ്ങോട്ട് ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ കൂടാൻ ഒരു ടെൻഡൻസി ഉണ്ട്. അത് ക്രൗഡിന്റെ ഒരു മോബ് സൈക്കോളജി എന്ന് പറയും. കാരണം ആളുകൾ കൂടുമ്പോൾ എല്ലാവരും അങ്ങ് കൂടും. അയ്യോ, അവിടെ എല്ലാവരും കൂടെ പോകും, എന്നാൽ നമുക്ക് കൂടെ അങ്ങ് പോയേക്കാം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടെൻഡൻസി ഉണ്ട്. എന്താ എന്നാൽ നമ്മുടെ മിനിസ്ട്രി അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ, ഏതാ. പക്ഷെ ശിഷ്യന്മാരുടെ പ്രത്യേകത, ഈ ലോകത്തിന് ഭോഷത്വമാണ് പല തീരുമാനങ്ങളും. അപ്പോൾ ജനത്തോട് പറയാൻ ദൈവം ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. ഇങ്ങനെ വലിയ ആൾ കൂടുമ്പോൾ ഞാൻ ആളിൻ്റെ പുറകെ പോകുന്നവനല്ല, പരിശുദ്ധാത്മാവ് നടത്തുന്ന സ്ഥലത്തേക്ക് പോകും. ചിലപ്പോൾ വിജനമായ സ്ഥലങ്ങളായിരിക്കും, ചിലപ്പോൾ തനിയെ പ്രാർത്ഥിക്കാനായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഇന്റർനാഷണൽ മിനിസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുക ഫിലിപ്പോസ് ശമരിയയിൽ, വൻ മിനിസ്ട്രി. ഇപ്പം ഞാനോ നിങ്ങളോട് വല്ലോ അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെ, ഞാൻ വേറെ ആരെയും കുറ്റം പറയും, നമ്മൾ പറയും ഫിലിപ്പോസേ നിന്റെ ശുശ്രൂഷ അടുത്ത തലത്തിലേക്ക് ഉയരാൻ പോവുക അല്ലേ. അടുത്ത തലം എന്താണെന്നറിയാവോ? ഗസയ്ക്കുള്ള വഴിയെ തനിയെ ഒരു മനുഷ്യൻ പോകുന്നു, അതാ അടുത്ത തലം. ആയിരക്കണക്കുള്ള കൂട്ടത്തിൽ നിന്ന് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഒരാള്, എത്യോപ്യക്കാരനായ ഷണ്ടൻ. ഇതാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായി? അതുകൊണ്ട് ശിഷ്യനാകാൻ നമ്മൾ താല്പര്യപ്പെട്ടാൽ ഈ ലോകം പോകുന്ന യേശു കർത്താവിന്റെ പുറകിലായിരിക്കാം, എന്തിനു വേണ്ടി പോകുന്ന അറിയില്ല, ആയിരങ്ങൾ അങ്ങ് കൂടുക, 10,000 അങ്ങ് കൂടുക, നല്ല കാര്യം, അതൊന്നും അഴുക്കാന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെങ്കിൽ ശിഷ്യനാകാൻ ആഗ്രഹിച്ചാൽ ഓർത്തോണം, ജനക്കൂട്ടത്തിന്റെ പോക്കല്ല, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന സ്ഥലത്ത് വേണം പോകാൻ. ഒന്നാമത്. 2, കർത്താവിന്റെ പുറകിൽ പോകാൻ ആഗ്രഹിച്ചാൽ ഉടനെ ഇതിനൊരു വില കൊടുക്കണം. അതെന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാതെ ഇറങ്ങരുത്. അത് കർത്താവ് പല പ്രാവശ്യം, കർത്താവിന്റെ റിക്രൂട്ട്മെന്റ് മോഡൽ എങ്ങനെയാണെന്നറിയോ? ഓടിച്ചെന്ന് കർത്താവിനോട് ഞാനും കൂടെ വരുവാണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കർത്താവ് പറയും, അതെ, നിങ്ങൾ ആദ്യം ഇതൊന്ന് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എപ്പോഴും അങ്ങനെ കർത്താവ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാനും ഏകദേശം ആ മോഡിലേക്കൊക്കെ വന്നു. കാരണം നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ മിനിസ്ട്രി ഒക്കെ പുറത്തൊക്കെ ചെയ്യുമ്പോൾ യൂത്ത്സ് ഒക്കെ ഓടി വന്നിട്ട് ബ്രദറിന്റെ കൂടെ മിനിസ്ട്രി ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹം, ഇത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം, ഓക്കെ വാന്ന് പറയും. അവർ വന്ന് 1 മാസം കഴിയുമ്പോൾ ഇവർക്ക് ഇതായിരുന്നു റിയൽ പരിപാടി, ഈ പരിപാടി ഇച്ചിരി പ്രയാസമുള്ള പരിപാടിയാണല്ലോ, ഈ വഴിക്ക് വന്ന് ഞങ്ങൾ ഓർത്തു ആ മീറ്റിങ്ങും കൺവെൻഷനും കോൺഫറൻസും കോൺസേർട്ടും ഒക്കെ ആയിരുന്നു എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അത് നമ്മൾ 2%, 98% വേറെ കുറെ പരിപാടിയുണ്ട്. അവിടെ കുറെ മൃഗയുദ്ധമുണ്ട്. പൗലോസ് പറഞ്ഞ പോലെ ഞാൻ മൃഗയുദ്ധം ചെയ്ത്, ആ യുദ്ധമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പാർട്ടികളെല്ലാം തളർന്ന് താഴെ വീഴും. അപ്പൊ അവര് പയ്യെ കർത്താവ് എന്നെ പുതിയൊരു സീസണിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞ് പയ്യെ സ്കൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് ഓടിപ്പടച്ച് വന്നവനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിച്ചാൽ, നിങ്ങൾ ചിന്തിക്കുക അതുണ്ട് ഇതുണ്ട്, ഇതെല്ലാം ഇമോഷണലിസമാണ്. പക്ഷെങ്കിൽ എൻ്റെ പിറകിൽ വരാൻ ആഗ്രഹിച്ചാൽ കംഫർട്ട് ഇല്ല, പല കാര്യങ്ങളും ഇല്ല, അത് റെഡിയാണെങ്കിൽ യു കം വിത്ത് മീ എന്നുള്ളത്. അപ്പോൾ ജീസസ് വാണ്ട്സ് ടു കൗണ്ട് ദ കോസ്റ്റ്. അതുകൊണ്ട് ഒരു ശിഷ്യനാകാൻ ആഗ്രഹിച്ചാൽ ഒന്ന് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം, അത് ലോകത്തിന് ഭോഷത്വമാണ്. 2, ഇതിന് വലിയ വില കൊടുത്തേ ഒക്കൂ. ആ വില എങ്ങനെയാ കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ എല്ലാ ശിഷ്യന്മാരും വില കൊടുത്തേ ഒക്കൂ. പലരും പലതാണ് വില കൊടുക്കേണ്ടത്. ഞാൻ കൊടുക്കുന്ന വിലയല്ല നിങ്ങൾ കൊടുക്കേണ്ടത്, നിങ്ങൾ കൊടുക്കേണ്ട വിലയല്ല നിങ്ങളുടെ സ്നേഹിതർ കൊടുക്കേണ്ടത്, ഭർത്താവ് കൊടുക്കേണ്ട വില അല്ല ഭാര്യ കൊടുക്കേണ്ടത്. ഇതെല്ലാം വ്യത്യസ്തമായ വിലകളാണ്. പക്ഷെങ്കിൽ വില കൊടുക്കാതെ കർത്താവിനെ പിൻപറ്റുവാൻ സാധ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. 3, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിൻ്റെ ചില ചിന്തകളും ചില വിചാരങ്ങളുമുണ്ട്. അത് നമ്മളെപ്പോഴും നമ്മൾക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ലേ? ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാൽ നമുക്ക് വ്യാകുലപ്പെടുവാൻ സാധിക്കത്തില്ല ശിഷ്യനാകാൻ തീരുമാനിച്ചാൽ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ പലതിനാൽ വലയുന്നവർ എന്ന് കേട്ടിട്ടുണ്ടോ? പലതിനാൽ വലയുന്നവർ, അത് ശിഷ്യനൊക്കത്തില്ല. ശിഷ്യനെ സംബന്ധിച്ച് അതൊക്കത്തില്ല. പലതിനാൽ വലയേണ്ടിയവനല്ല, അവൻ ഏകാഗ്രതയുള്ളവനായിരിക്കണം. അതുകൊണ്ട് ഒരുത്തൻ പെട്ടെന്ന് വന്ന് പറഞ്ഞു, എൻ്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരണം. അപ്പോൾ കർത്താവ് പറയാ, എന്താ പറയുന്നത്? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. അപ്പം ഞാനും നിങ്ങൾ ഓർക്കും, ഇതെന്തുവാ അപ്പൻ്റെ ഫ്യൂണറലിന് പോകാൻ സമ്മതിക്കാത്ത ഈ കർത്താവ് എന്തൊരു മനുഷ്യനാണ് അല്ലേ? ഇങ്ങനെയല്ല നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അതല്ല അവിടെ പറയുന്നത്. ഞാൻ എൻ്റെ അപ്പൻ്റെ ഫ്യൂണറലിന് പൊക്കോട്ടെ, എന്നാൽ നീ പോകണ്ടെന്നല്ല കർത്താവ് പറഞ്ഞത്. അവിടെ ആ മനുഷ്യൻ പറയാൻ ആഗ്രഹിച്ചത്, എൻ്റെ അപ്പൻ ഇപ്പം ജീവനോടുണ്ട്, ഇനി അപ്പൻ മരിക്കണേ കുറേ കാലം കൂടെ കഴിയും, അപ്പൻ മരിച്ച് എല്ലാ കാര്യം ഞാൻ സെറ്റിൽ ചെയ്ത് അപ്പനുള്ള ഓഹരിയൊക്കെ ഞാൻ വാങ്ങിച്ച് ഒരു ലെവലിൽ എത്തട്ടെ, എന്നിട്ട് കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാമെന്നുള്ളതാണ് ഈ മനുഷ്യൻ പറയുന്നത്. അപ്പൊ കർത്താവ് പറയാ, മരിച്ചവരുടെ കാര്യമൊക്കെ നോക്കിക്കോളൂ, നിങ്ങൾ അതൊക്കെ വിട്ട് എന്നെ അനുഗമിപ്പീൻ. പല ആളുകളും പല വിശ്വാസികളും ഇങ്ങനെയാണ് കർത്താവിനെ അപ്രോച്ച് ചെയ്യുന്നത്. കർത്താവ് ഇതൊക്കെ ഒന്ന് സെറ്റാകട്ടെ, ഇതെല്ലാം ഒന്ന് കഴിയട്ടെ, ഇതെല്ലാം ഒന്ന്
എൻ്റെ പ്രിയമുള്ളവർ, ഇത് എന്ന് കഴിയാനാ? അങ്ങനെയുള്ളവരോടാ കർത്താവ് പറഞ്ഞ അവരുടെ മരിച്ചവരെ അടക്കം നിങ്ങൾ വന്ന് എന്നെ അനുഗമിക്കുക. അതിന്റെ സിമ്പിൾ പരിപാടി എന്ന് പറഞ്ഞാൽ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കോളും. കർത്താവ് എൻ്റെ അപ്പൻ വയ്യ, അപ്പനെ നോക്കണം, അപ്പനെ കരുതണം, മാതാപിതാക്കളെ കരുതുന്നതാണ് ദൈവാനുഗ്രഹത്തിന്റെ കീ. എന്നാൽ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ആദ്യം ചെയ്യുക, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ദൈവം കൃപ തരും. പറഞ്ഞ മനസ്സിലായി? അതുകൊണ്ട് 3 കാര്യങ്ങൾ കർത്താവിന്റെ പിന്നാലെ പോകാൻ ഞാൻ ആഗ്രഹിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങൾ. 1, പല തീരുമാനങ്ങളും ലോകത്തിന് മുമ്പിൽ ഭോഷത്വമാണ്. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവനാണ്, ആളുകളുടെ ഒപ്പീനിയൻ അനുസരിച്ചല്ല ഞാൻ നയിക്കപ്പെടേണ്ടത്. 2, ഇതിന് വില കൊടുക്കണം. ആ വില ആദ്യമേ ഞാൻ തീരുമാനിക്കണം. കർത്താവെ, നിന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുമ്പോൾ പലതിനോട് ഞാൻ നോ പറയണം. ചിലരുടെ മുമ്പിൽ എനിക്ക് അക്സെപ്റ്റൻസ് ഉണ്ട്, അതിനോട് ഞാൻ നോ പറയണം. ചില സാഹചര്യങ്ങളുണ്ട്, അതിനോട് നോ പറയണം. എല്ലാത്തിനോടും നോ പറയാൻ വില്ലിങ് ആയിരിക്കണം. 3, ഈ ലോകത്തിൻ്റെ ചില കൺസേൺസ് ഉണ്ട്, അതിൻ്റെ പുറകിലൊന്നും പോകാൻ എനിക്ക് ഒക്കത്തില്ല. ദൈവത്തെ അനുഗമിക്കുക എന്നുള്ളതാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന നിയോഗം. അതുകൊണ്ട് ഇതിൻ്റെ സമ്മറി തുടങ്ങുമ്പോൾ നല്ല രോഗശാന്തി, സ്തോത്രം, കർത്താവ് സൗഖ്യം ആക്കുന്നവനാണ് അവൻ, യഹോവ റാഫ, അതിനായിട്ട് സ്തോത്രം. പക്ഷെങ്കിൽ ആ ഭാഗം അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ ശിഷ്യത്വത്തിൻ്റെ വിലയിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഭാഗം ഇഷ്ടമാണ്, എനിക്കാണെങ്കിലും ഈ രണ്ടാമത്തെ ഭാഗം നമുക്ക് ഇഷ്ടമല്ല. എന്നാൽ കർത്താവ് പറയാണ്, ഞാൻ പ്രസംഗിച്ചു, അത് കഴിഞ്ഞ് ഞാൻ രോഗികളെ സൗഖ്യമാക്കി, എല്ലാം നല്ലത് തന്നെ. പക്ഷെ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ ഇതിനൊരു വിലയുണ്ട്. ആ വില നിങ്ങൾ എണ്ണിക്കഴിഞ്ഞ് മാത്രമേ എൻ്റെ പിറകിൽ വരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം ഞാൻ പറഞ്ഞു തുടങ്ങിയ പോലെ കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ടവരും ഒക്കെ സൗഖ്യമായി. അതിനായിട്ട് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ്റെ വാക്കിനാൽ, അവൻ്റെ വചനം അയച്ച് അവൻ സൗഖ്യമാക്കുക, അതിനെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. എന്നാൽ രണ്ടാമത്തെ ഭാഗത്തിൽ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇസ് ജീസസ് അബവ് our possessions, our comfort and our family? എൻ്റെ സകല ജീവിത മാർഗങ്ങളിൽ കർത്താവാണോ ഏറ്റവും വലുത്? എൻ്റെ സാഹചര്യങ്ങളെക്കാട്ടിലും, എൻ്റെ സുഖത്തെക്കാട്ടിലും, എൻ്റെ കുടുംബത്തെക്കാട്ടിലും ക്രിസ്തുവാണോ എനിക്ക് ഏറ്റവും വലുത്? ആ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരം നാം ഇന്ന് രാവിലെ പറയണം. കർത്താവെ, നീയാണ് എനിക്ക് ഏറ്റവും വലിയവൻ. അത് നമ്മുടെ ശിഷ്യത്വത്തിൻ്റെ അളവിനെ നമുക്ക് മെഷർ ചെയ്യുവാനുള്ള നല്ലൊരു അവസരമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 8-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ തീർന്നിരിക്കുകയാണ്. അടുത്ത ഭാഗം, ഈ യേശു കർത്താവ് പടകിലുണ്ടെങ്കിലും കാറ്റും കോളും ഒക്കെ വരും കേട്ടോ. അതൊക്കെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യണം. അത് വരത്തില്ലെന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ വേദപുസ്തകം വായിച്ചിട്ടില്ല, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം വായിച്ചിട്ടില്ല. കാറ്റും കോളുകളൊക്കെ വരുമ്പോൾ യേശു കർത്താവ് പടകിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ പോലെ കിടന്നുറങ്ങാം എന്നുള്ളതാണ് അതിൻ്റെ ലെസൺ. അത് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. പിന്നെ എന്തുകൊണ്ട് യേശു കർത്താവ് ഭൂതങ്ങളെ പന്നിക്കൂട്ടത്തിൻ്റെ ഇടയിലേക്കൊക്കെ വിട്ടു എന്നുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യത്തെ നമ്മുടെ സ്റ്റഡിയിൽ നമുക്ക് കാണാം. എത്രയും പെട്ടെന്ന് കൂടി വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. കോൺഫറൻസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്കിപ്പോൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, മത്തായിയുടെ സുവിശേഷത്തിൽ യേശു സൗഖ്യദായകനാണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ലതുപോലെ 3 സംഭവങ്ങളിലൂടെ വരച്ച് കാട്ടിയതിനായിട്ട് സ്തോത്രം. കർത്താവെ, നീ എല്ലാ വിധത്തിലെ ആളുകളെയും സൗഖ്യമാക്കി, പല മാർഗങ്ങളിലൂടെ സൗഖ്യമാക്കി, പല മെത്തേഡിലൂടെ സൗഖ്യമാക്കി. അതിനായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്ന് അതുകൊണ്ട് സകലത്തെയും ഇല്ലാത്തതിനെയും ഒരു വാക്ക് കൊണ്ട് ഉളവാക്കിയ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യുവാൻ വലിയവനാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. എന്നാൽ ഇതിൻ്റെ പ്രതികരണം ഒന്ന് മാത്രം, കർത്താവെ, എഴുന്നേറ്റ് നിന്നെ ശുശ്രൂഷിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശിഷ്യത്വത്തിൻ്റെ വില കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകം പോകുന്നത് പോലല്ല കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പസ്വരം കേട്ട് അതിൻ്റെ പിന്നാലെ പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുമാത്രമല്ല കർത്താവെ, ഇന്ന് ഞങ്ങൾ യഥാർത്ഥത്തിൽ ശിഷ്യരാണോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ വില കൊടുക്കുവാനും കർത്താവെ, ചെലവ് കൊടുക്കുവാനും ചെലവായി പോകുവാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ ഇനിയും കാണുന്നത് വരെ നിന്റെ വിശാലമേറിയ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറയ്ക്കണം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.